പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നെങ്കിൽ ഇന്ത്യക്കാർ പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട്. ഇന്ത്യ ക്രിക്കറ്റ് കളിക്കും, ഒന്നും സംഭവിക്കാതെ നമ്മൾ തോറ്റുപോകുന്ന കണ്ടിട്ടില്ലേ? ഏതുള്ളവൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. മറ്റേ പറഞ്ഞനുസരിച്ചാണെങ്കിൽ കുറെ ഇന്ത്യക്കാർ എന്ത് ചെയ്യണം, ഇന്ത്യ കളിയിൽ ജയിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് ദൈവം പ്രാർത്ഥന കേട്ടിരിക്കണം. ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ദൈവം ഇല്ലല്ലോ, പ്രാർത്ഥന കേൾക്കില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുന്നു, ദൈവം അത് ചെയ്തു, ദൈവം ഇത് ചെയ്തു, ദൈവം ഇന്ത്യയെ കളിയിൽ ജയിപ്പിക്കും. അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അതേപോലെ ചെയ്തു തരാനാണ് ദൈവമെങ്കിൽ പിന്നെ ആരാണ് അടിമ, ആരാണ് ഉടമ? നമ്മളാണ് ദൈവത്തിന്റെ അടിമ, അല്ലാണ്ട് നമ്മുടെ അടിമയല്ല ദൈവം. നമ്മൾ പറയുന്ന അതേപോലെ കാണിച്ചു തരാം, ചെയ്തു തരാം. അതിന്റെ ആ ഒരു ബേസിക് കോമൺ സെൻസ് പോലും ഇല്ല. പിന്നെ നമ്മൾ ചോദിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും അത് ഒരുപക്ഷെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് നന്മയായിരിക്കും. പക്ഷേ ലോങ് ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ അത് തിന്മയായിരിക്കും. അത് നമ്മൾക്കറിയില്ല. അല്ല അലീമായിട്ടുള്ള അല്ല ഹക്കീമായിട്ടുള്ള ദൈവത്തിന് അത് കൃത്യമായിട്ട് അറിയാം. ഓൾ വൈസ് ആയിട്ടുള്ള ഓൾ നോയിങ് ആയിട്ടുള്ള ദൈവത്തിന് അത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആ രീതിയിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഇതൊന്നും ഈ ബേസിക്സ് അറിയാതെ മൈത്രേനെ ദൈവത്തിനെയും അറിയില്ല, പ്രാർത്ഥനയെ കുറിച്ച് അറിയില്ല, ഒന്നും അറിയില്ല, വെറുതെ ടലക്കാണ്. അടിമ, ഇവൻ അടിമയാണ് എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിന്റെ ബാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. പലപ്പോഴും ഈ ഇതുകൂട്ട് അമാനവ റോക്കറ്റുകൾ ചർച്ചയ്ക്ക് ക്ഷണിക്കും. ഞങ്ങളോട് ചർച്ച ചെയ്തിട്ട് വിജയിക്കടാ, ചർച്ചയ്ക്ക് വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ വിളിക്കും. നമുക്ക് സ്റ്റഡീസ് വേണം, നമുക്ക് റിസർച്ച് വേണം, നമുക്ക് ഡാറ്റ വേണം, നമുക്കത് തപ്പിയെടുക്കാനുള്ള സമയം വേണം. നമ്മൾ കമ്പയർ ചെയ്യും, നമുക്ക് ഫാക്ട് വെച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഇവരിങ്ങനെ കിതാബ് പൊളിച്ച് വെച്ചിട്ട് ഒരു സാധനം പറഞ്ഞിട്ട് അത് ഇതാണെന്ന് അങ്ങോട്ട് വാദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ദൈവം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്ന് വാദിക്കാനായിട്ട് പറയുന്ന ന്യായങ്ങൾ കേട്ടാൽ തന്നെ നമുക്കറിയത്തില്ല ഇവർക്ക് എന്തിനെ ന്യായീകരിച്ച് ഇവരുടെ ചുറ്റിനുമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് ഭയങ്കര എളുപ്പമാണ്.